ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഇൻ വണ്ണിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബീഫ് റെസിപ്പിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലൊക്കെ വെള്ളം ഇങ്ങനെ ചാടി ഓടി വരും അല്ലേ? എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ബീഫ്. ബീഫിനെ എങ്ങനെ എന്ത് ചെയ്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിന്ന് ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി സ്ക്വയർ പീസസ് ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്ക്വയർ പീസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ആക്കിയെന്ന് മാത്രം. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് കുക്കറിനകത്ത് ബീഫ് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്ത് അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം വളരെ കുറച്ച് മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ബീഫിന് കുറച്ച് വെള്ളം ഇറങ്ങും. പിന്നെ ആ വെള്ളം നമുക്ക് പിന്നെ ആവശ്യവും വരുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് മിക്സാക്കി നമുക്കൊന്ന് വേവിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 5-6 വിസിൽ കൊടുക്കണം. ഒരു 98% ബീഫ് വെന്തോട്ടെ. അപ്പോൾ നമ്മുടെ പണികളൊക്കെ വളരെ എളുപ്പമായി. അപ്പോൾ ഒരു 5-6 വിസിൽ കൊടുത്ത് അതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വിസിലടുപ്പിച്ച് കിട്ടിയ ബീഫാണ് ഈ കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് ഉഷാറാക്കി എടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഈ കുരുമുളക് പൊടി ഒക്കെ ചേർക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ പെരിഞ്ജീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അത് കടിക്കുമ്പോൾ. പിന്നെ കുറച്ച് ഉപ്പ്, നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് അത് ചേർക്കാം. പിന്നെ കോൺഫ്ലോർ, ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിനെ നമ്മൾ കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ബീഫ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. അപ്പോൾ അത് ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇതിനെ നല്ലോണം തേച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തോട്ടെ അത് അവിടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് ബീഫിനെ പറക്കിയിട്ട് കൊടുത്ത് അതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ബീഫും തമ്മിൽ നല്ലൊരു യുദ്ധം തന്നെ നടത്തേണ്ടി വരും. അപ്പോൾ ഒരു 7 മിനിറ്റിനുള്ളിൽ അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അതിനെ നമ്മൾ പെട്ടെന്ന് മറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുറുക്കിപ്പോവും, വല്ലാണ്ട് മുറുകിപ്പോവും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് കടിച്ചാൽ കിട്ടില്ല. ബീഫാണല്ലേ ആള്, അപ്പം എല്ലാവർക്കും അറിയാം. ഇത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. 7 മിനിറ്റിനുള്ളിൽ എടുക്കണമെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് വേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ ഭംഗിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.